സോ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. സോ നമ്മൾ കണ്ടു നോക്കാം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമാര്. ഓക്കെ കം ഓൺ. അങ്ങനെ ഞാൻ പോയി ഫ്രഷായി വന്നു. ഇനിയിപ്പോൾ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ ഞാൻ ലാപ്ടോപ്പും ബുക്കും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അങ്ങോട്ട് പണിയെടുക്കാൻ വേണ്ടി ഇരിക്കുകയും അപ്പോഴത്തേക്കും നമ്മുടെ ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. ഇതേ നമ്മുടെ സ്വന്തം മറിയ വന്നിരിക്കുകയാണ്. കഥ തുറന്നപ്പോഴേ അവൾ ക്യാമറയിലേക്കാണ് നോക്കിയത്. എന്തിനാടി എൻ്റെ വീഡിയോ എടുക്കുന്നത്? ഇതായിരുന്നുള്ളൂ ആദ്യത്തെ ചോദ്യം. അത് കഴിഞ്ഞ് അവൾ പോയി. അപ്പോഴത്തേക്ക് അടുത്തയാൾ വന്നു. അത് നമ്മുടെ ശീമാട്ടിയാണ്. ശീമാട്ടിയും വന്ന് സെയിം ഡയലോഗ്, എന്തിനാടി ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞങ്ങളെ വെച്ചിട്ട്. അവർ രണ്ടുപേരും വന്നത് വേറൊന്നിനുമല്ല, ഇവിടെ നിന്ന് നെയിൽ പോളിഷ് കട്ടെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്ന് കയറി നെയിൽ പോളിഷൊക്കെ കണ്ടതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവളുമാരുടെ റൂമിലേക്ക് പോയി. ഇനി എൻ്റെ ഒരു മൂഡ് കളയാതെ ഞാൻ പണിയിലേക്ക് കടക്കുകയാണ്. കുറച്ച് മെയിൽസും കോൾസും ഒക്കെ വിളിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 3 പേർക്ക് നന്നായിട്ട് വിശന്നു. 3 പേരും രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. 3 പേരും ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ഞങ്ങളവിടെ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ചിപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും അതൊക്കെ എടുത്ത് പെറുക്കി തിന്നാൻ തുടങ്ങി. കുറച്ച് ആത്മാർത്ഥത കൂടുതലായതുകൊണ്ട് ഞങ്ങളെല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലൊക്കെ ഇരുന്ന് പണിയെടുക്കാറുണ്ട്. കാശ് വേണമല്ലോ ജീവിക്കാൻ. അതുപോലെ ബാംഗ്ലൂരാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ജീവിച്ച് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ബ്രേക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. അങ്ങനെ വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു അതിഥി നമ്മുടെ ഇടയിലേക്ക് കയറി വന്നത്. ആരാ നിങ്ങൾക്ക് അറിയണ്ടേ? കമോൺ ഗൈസ്. ಹಲೋ, ನೀವು ನೆಲಕೊಂಡಿದ್ದು ಬೇಕಿಗೆಂದು ಇಂಗ್ಲಿಷ್ ಗೊತ್ತಿಲ್ಲ ನೀನು ಕೇಳಿದಾನು ಮಯಾಂಡಿ എന്ത് തേങ്ങയാടി പറയുന്നേ? నేను ನೆನಪಿನೋക്കി ಕರೆದದು పిచ్చున్నది మాట్లాడు. బాబు చెప్పుండది. ನೀವು ಇಂಗ್ಲಿಷ್ ಮೇಲೆ ಮಾತಾಡಿ, నేను ಆಕದ್ದು ಇಂಗ್ಲಿಷ್ ಮಾಡೋದು. ಲೇಲು ಲೇಲು ಅಲ್ಲಿ ಇಂಗ್ಲಿಷ್ ಮಾಡೋದು. ಇಲ್ಲಿ ಸ್ಟಾಪ್ ಮಾಡಿತು.
ദോ തിരിയാതിട്ട് പൊച്ചുകുന്നു. കന്നഡ പേച്ചു സൊല്ലു. I can see that your name mentioned as Nerumbirogi in the Truecaller. Are you really a Nerumbirogi? Are you getting treatment? Or do you want to get treatment? Is it your daily task to call these many numbers of girls everyday basis? Are you getting paid for this? It's stupidity. Don't you think it is stupidity to call to an unknown number? What's your name? Or else we can take an account in matrimony so that you can get settled instead of calling random girls. Hello? Which language are you comfortable in? Hello? What's your name? What's your name? Sorry? What? You are speaking in Malayalam, right? I'll just give this call to my friend. നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഹലോ പറയട്ടാ. എന്താണ്? എവിടെയാട്ടാ വീട്? പറയട്ടെ മലയാളം പറയട്ടെ. ഞാനില്ലേ മലയാളം പറയാം. ചേട്ടൻ മലയാളം പറയട്ടെ. ഞാനല്ലേ വന്നത്. മലയാളം പറ. ചേട്ടൻ എന്തിനാ വിളിച്ചേ? എന്തിനാ വിളിച്ചേ? അയ്യോ ചേട്ടൻ കല്യാണം കഴിച്ചല്ല. ചേട്ടൻ കല്യാണം കഴിച്ചില്ല. എന്താ കഴിക്കാഞ്ഞത്? എന്താ കഴിക്കാഞ്ഞേ? എന്റെ പേര് ശാരദ. ആ ചേട്ടൻ ആരെന്ന് വെച്ച് വിളിച്ചേ? ഞാൻ എനിക്ക് ജാതി ഇല്ലാത്തോളാം. ജാതി ഇല്ലാത്തോളാം. ചേട്ടൻ ജാതി ഉള്ളവരെ മാത്രമേ കെട്ടത്തുള്ളൂ. ചേട്ടൻ ജാതി ഉള്ളവരെ മാത്രമേ കെട്ടത്തുള്ളൂ. ശാരദനെ ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ എവിടെ വീട്? കാക്കനാടാ? കാക്കനാട് എവിടെ? കാക്കനാട് പറയട്ടാ. കാക്കനാട് എവിടാന്ന് പറയട്ടാ. എന്നാലും എനിക്കറിയത്തുള്ളൂ എവിടെയാണുള്ളത്. ഈ നമ്പർ എങ്ങനെ കിട്ടിയ? ആര് തന്ന്? ചുമ്മാ കിട്ടാലേ ഇതാ പേപ്പറിനകത്താ? ആ അങ്ങനെ വിളിക്കുന്നവരെ എല്ലാം കിട്ടുവോ ചേട്ടോ? ചത്തോ? ഞാൻ പറഞ്ഞോളാം. എനിക്ക് താല്പര്യമില്ല കല്യാണത്തിന്. ഇനി ഇമാതിരി പണി കൊണ്ട് വന്നാൽ ഞാൻ പോലീസിനോട് പറയും. എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് ഇവിടെ പറ്റത്തില്ല. എനിക്ക് വീട്ടിലെ പോകണം. എനിക്ക് വീട്ടിലെ പോകണം. ഒരു മിനിറ്റ് നിക്ക്. എനിക്ക് വീട്ടിലെ പോകണം. എനിക്ക് നിങ്ങളോട് നിൽക്കാൻ പറ്റത്തില്ല. എന്റെ ഡാഡി അറിഞ്ഞുണ്ടല്ലോ. ഭാര്യയായിട്ട് ഇല്ല ഏട്ടാ. ഇല്ല എനിക്ക് കുറച്ച് സങ്കല്പമൊക്കെ ഉണ്ട്. ചേട്ടാ ഞാൻ പറഞ്ഞേ കേട്ടാ. വിളിക്കരുത്. വിളിച്ച പൊന്നെ മോനെ മുക്കാണ്ട് മോറ നിന്റെ തലമണ്ട അടിച്ചാ പൊട്ടി കേട്ടല്ലോ. ഇനി റാമ്പേൽ അവളെ കയറ്റാൻ നോക്കിയാ മുടിഞ്ഞ മോനെ മുണ്ടാട്ടി പോറ ഡെപ്യൂട്ടി കൊണസത്ത് എന്റെ അമ്മൂമ്മയുടെ 16 എന്നോട് ഇനി ഈ നമ്പറിലെങ്ങാനും വിളിച്ചെന്ന് പറഞ്ഞാൽ നിന്റെ കൃമികടി മാറാനായിട്ട് നീ വല്ല മുറുക്ക് വരച്ചേ. അല്ലാതെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കവന്റെ പെമ്പിള്ളാരുടെ നമ്പർ അല്ലാതെ നീ മറ്റേ പത്രത്തിൽ നിന്ന് എടുത്തിട്ട് വിളിക്കാനാണോ നിന്റെ പണി? ഇനി മേല ഈ ഫോണെ വിളിച്ചെന്നറിഞ്ഞ് ഞങ്ങളിവിടെ എന്താ നിനക്ക് അറിയത്തില്ല. നീ ആരെയാ വിളിച്ചത്, ഏത് ഗ്യാങ്ങിനെ വിളിച്ചത്, എവിടെ നിന്നുള്ളവരാണ് എന്നൊന്നും അറിയത്തില്ല. ഞങ്ങളാണ് സ്മാർട്ട് ബോയ്സ്. നീ നീ വിളിക്കുന്നറിയാമോ?
എന്റെ ഭർത്താവ് ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ ഭർത്താവ് ഇത് കേട്ടോണ്ടിരിക്കുക. പോലീസാന്ന് പറ. എന്റെ ഭർത്താവ് പോലീസാ. നീ ആരടാ ഇവനാ? ആ പൊക്കം കറക്റ്റാ സാറേ. ഇനി വേറെ ആരും സംശയിക്കും ഇവൻ തന്നെയായിരിക്കും. ലോറൻസ് ഇവനെടുത്ത് വണ്ടിയിലോട്ട് എന്താണല്ലോ കാഴ്ച കാണാൻ നിൽക്കുന്നോ? എന്റെ ഭർത്താവ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. ഇനി മേല ഈ നമ്പറെ നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോനെ നീ അനിലാവത്തില്ല. അനക്കും മേലെ നിന്നെ കൊണ്ടുപോകും ഞങ്ങൾ കേട്ടോ. ശരി എന്നാ. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് കേസ് നടക്കുന്നത്? എന്താ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? പറഞ്ഞൂടെ. അങ്ങനെ അയാളെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഒതുക്കി. അയാൾക്കാണെങ്കിൽ ഒരു ഇച്ചിരി പോലും സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളല്ല. നമ്മൾ ഇത്രയും ചീത്ത പറഞ്ഞിട്ടും അയാൾ എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, എനിക്ക് നിന്നെ കൊല്ലത്ത് കൊണ്ടുപോകണം, ഞാൻ നിന്നെ 4 പേരുടെ മുന്നേ കെട്ടിക്കൊണ്ട് പൊക്കോളാം എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊരു ഞരമ്പ് രോഗി എൻ്റെ ദൈവമേ. ഇത്രയും ഞങ്ങൾ പറഞ്ഞിട്ട് അയാൾ ഞങ്ങൾ ഒരു വാക്ക് പോലും തിരിച്ച് ഒരു ദേഷ്യപ്പെടുവോ തെറി പറയുവോ ഒന്നും ചെയ്യാതെ അയാൾ ഇത് മൊത്തം കേട്ടോണ്ടിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. അങ്ങനെ ഈ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കുപ്പി പാട്ട പാത്രങ്ങൾ എല്ലാം എടുത്തിട്ട് നേരെ കഴിക്കാൻ വേണ്ടി പോയി. കഴിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയപ്പോഴത്തേക്കും പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു കാലാവസ്ഥ, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയൊരു കാലാവസ്ഥ. പക്ഷേ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും ശനിയാഴ്ചകളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ തുണി അലക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സമയം. അങ്ങനെ ഞങ്ങൾ പെട്ടിയും പാട്ടയൊക്കെ എടുത്തിട്ട് നേരെ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഫ്രീ ആയിരിക്കും. കാര്യം ഉച്ച സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്കിപ്പോൾ പോയി അലക്കാം, സുഖമായിട്ട് അലക്കിക്കൊണ്ട് വിരിക്കുകയും ചെയ്യാം. പക്ഷേ മഴയുള്ളതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു, തുണി അലക്കിയതെല്ലാം പിന്നെയും കിടന്ന് നനയുമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ തുണി അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ തുണിയെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും വാഷിംഗ് മെഷീനിലെ എല്ലാ തുണികളും അലക്കി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അതെല്ലാം കൂടെ എടുത്ത് ഞങ്ങൾ നേരെ ടെറസിൽ പോയി വിരിക്കാൻ തുടങ്ങിയ തുണികളെല്ലാം ഇഷ്ടംപോലെ തുണി ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തെ മൊത്തം തുണി നമ്മൾ അലക്കുന്നത് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയാണ്. മോസ്റ്റ്ലി ശനിയാഴ്ച തന്നെ അലക്കാൻ നോക്കും, കാര്യം ഞായറാഴ്ച നമുക്ക് റെസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വിശന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ പിസ്സ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പിസ്സ ഏട്ടൻ താഴെ വന്നിട്ടുണ്ട്. അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. സ്റ്റെഫി എന്തൊക്കെയോ വളവാന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ആ ഒരു പ്രൊഫഷണലിസമായിട്ടുള്ള ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ അവൾ പറഞ്ഞ ഒന്നും മൈൻഡ് ചെയ്തില്ല. നേരെ പിസ്സയൊക്കെ വാങ്ങിച്ച് ഭയങ്കര വിശപ്പായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. ലിഫ്റ്റ് നമുക്കൊരു ഷോ നിർബന്ധമാണ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പട്ടി ഷോ ഉണ്ട്. അങ്ങനെ നമ്മുടെ ചിരിക്കുക കളിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് ചെന്നു.
ഗൈസ്, നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ സ്നാക്സ് എന്ന് പറയുന്നത് പിസയും നല്ല കട്ടൻ ചായയുമാണ്. അങ്ങനെ ഞങ്ങൾ പിസയൊക്കെ എടുത്ത് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ സ്റ്റെഫി എന്തോ കാണിക്കുന്നുണ്ട്, എന്തോ KSRTC ASMR എന്തോ സാധനം, എന്ത് പറ്റിയ ഷോ ആണ് കേട്ടോ. ഇതൊക്കെ ഇതിനകത്ത് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്, അവളെല്ലാം എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ പിസയൊക്കെ എടുത്ത് വാരി വലിച്ച് നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. റീൽസ് എടുക്കുന്നതിന്റെ എന്തോ ഇതിൽ നിൽക്കായിരുന്നു. അപ്പോൾ യെസ്, കുറച്ച് റീൽസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊക്കെ. സോ ബാക്കി വീഡിയോസ് ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടൊക്കെ എടുത്തു തോന്നുന്നു. സോ രാത്രി നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല, നമ്മൾ പിസ്സയൊക്കെ കഴിച്ചുകൊണ്ട് വയറ് നടന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു കലാപരിപാടി ഷിബി മേലി തുണി അലക്കാൻ പോയി. അപ്പോൾ നമ്മൾ ആ ടൈമിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. രാവിലെ ഞാൻ അടുക്കി പൊരിച്ചതാണ്, എന്നാലും കുറച്ചുകൂടെ അടുക്കി പൊരിക്കാറുണ്ട്. അങ്ങനത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ലോഗ് ഇവിടെ കഴിയുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് സന്തോഷം നമ്മൾ കൊടുക്കുക, അതാണല്ലോ നമ്മുടെ ഇത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.